ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. അങ്ങനെ 2 ദിവസത്തെ റീസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. എക്സാം മൺഡേ തുടങ്ങുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് വെനസ്ഡേ എടുത്തതാണ്. വെനസ്ഡേ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. ട്യൂസ്ഡേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സ്കൂളിൽ വെച്ച് തന്നെ കുക്കു സാറിന് ചുമയായിരുന്നു, നിൽക്കാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അത് അലർജി കോഫാണ്, അങ്ങനെ ചുമയ്ക്കുന്നത്, വളരെ ഡ്രൈ ആയിട്ടുള്ള കഫ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ചൂടുവെള്ളമൊക്കെ കൊടുത്തിട്ടും പിന്നെ വന്നപ്പോഴത്തേക്ക് അതങ്ങോട്ട് ശരിയായില്ല, കുറച്ച് കൂടുതലായിരുന്നു. രാത്രി കൊച്ചിന് പഠിക്കാനൊന്നും ഇരിക്കാനും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോഴത്തേക്ക് കണ്ണൊക്കെ ചൊറിഞ്ഞ് അലർജിയുടെ ആണെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അലർജിയുടെ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് രാത്രി നല്ലപോലെ ഉറങ്ങിയിട്ടുമില്ലായിരുന്നു. 3 മണിയൊക്കെ വരെ ഈ തുമ്മലും ചീറ്റലും ഒക്കെ തന്നെയായിരുന്നു. എനിക്ക് തന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി നിനക്ക് 2 പേർക്കും വയ്യ, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഞാൻ ഇന്നെങ്കിലും ഭൂരി ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ അന്നുണ്ടാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞ കിഴങ്ങറിയില്ലേ, അതായത് നമ്മൾ മൺഡേ ഈവനിങ് ആയിരുന്നു കിഴങ്ങറി ഉണ്ടാക്കി വെച്ചത്. ട്യൂസ്ഡേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് വെനസ്ഡേ എങ്കിലും എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ എന്തായാലും ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭൂരിക്കായിട്ട് ഞാൻ 1 കപ്പ് ആട്ടമാവും 2 കപ്പ് മൈദമാവും എടുത്തു. ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന മെഷീൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പോവാം. പിന്നെ എന്തായാലും വയ്യാഞ്ഞിട്ടൊക്കെ ലീവ് എടുത്തതല്ലേ, അപ്പോൾ ഇവിടെ ഉണ്ട്, ആലൻ സിസിജിയിൽ പോയില്ല, ബുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇരുന്ന് കുഴക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് കരുതി. വന്നപ്പോൾ തന്നെ കെറ്റിലിൽ വെള്ളം വെച്ചിരുന്നു. അത് ചൂടാക്കിയെടുത്ത് കാപ്പിയും ബോട്ടിൽ സ്റ്റെറിലൈസേഷനും ഒക്കെ നടത്തി. പിന്നെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു 2 ദിവസത്തിനിടയിൽ പല തീരുമാനങ്ങളും എടുത്തു കേട്ടോ. അതിലൊന്നെന്ന് പറയുന്നത്, എനിക്ക് 2 ഫോർമാറ്റിലായിട്ടും വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ ചരിച്ചുള്ള ഷോർട്സ് എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഷോർട്സിന് ഒട്ടും വ്യൂ വരുന്നില്ല. പ്ലസ് ലോങ് വീഡിയോസ് കാണുന്ന ആരും ഷോർട്സ് കാണുന്നില്ല. അതാണ് എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സിൽ എനിക്ക് കാണിക്കുന്നത്. ലോങ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ഷോർട്സ് കാണാറില്ല, ഷോർട്സ് കാണുന്ന ആൾക്കാർ ലോങ് വീഡിയോസും കാണാറില്ല. ഞാൻ ആലോചിച്ചപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ എടുക്കുന്ന ലോങ് വീഡിയോയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഷോർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഒരു 2 ഷോർട്സ്, ഒരു ലോങ് വീഡിയോയ്ക്കകത്ത് നിന്ന് ഞാൻ ചിലപ്പോൾ ഒരു 3 ഷോർട്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കാണുന്നവരെന്തായാലും പിന്നെ വന്നിട്ട് അതേ കണ്ടൻറ്റ് ലോങ് വീഡിയോയിൽ കാണത്തില്ലല്ലോ. അതങ്ങനെ ഒരു റിപ്പീറ്റേഷൻ തോന്നിക്കാതിരിക്കാനാണ് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിടുന്നത്. അതായത് 3 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെയൊക്കെ ഷോർട്സ് ആയിരിക്കും ഞാൻ ഇടുന്നത്. ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒന്നും എനിക്ക് ആ ഒരു പ്രശ്നമില്ല, എല്ലാം നല്ല രീതിക്ക് വ്യൂസ് പോകും. കാരണം അതിൽ റീൽസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ് കൂടുതൽ. ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ പിന്നെ റീൽസ് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും അത് കാണും. എന്തോ ടി വിയിൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള ന്യൂസുകൾ മാത്രമാണല്ലോ ടി വിയിലുള്ളത്. അതാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ട്യൂസ്ഡേയിലെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആ വീഡിയോയ്ക്കൊന്നും അധികം വ്യൂസേ ഇല്ല. അപ്പോൾ അത് ഇൻ കേസ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് രാവിലത്തേക്ക് മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് ഉച്ചക്കത്തേക്ക് വെജിറ്റബിളും എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാവ് കുഴച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഷെഫ് പറഞ്ഞു അതിലൊരു മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്തോ നല്ല ടേസ്റ്റിൽ വ്യത്യാസം വരും. അങ്ങനെ പിന്നെ അത് ഷെഫിൻ്റെ ഇഷ്ടത്തിന് വിട്ട് കൊടുത്തിട്ട് ഞാൻ 1 മുട്ട അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിട്ടാണ് മിക്സ് ചെയ്യുന്നത് പൂരിക്ക്. അപ്പോൾ ബൈ ദ ബൈ, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇനി തൊട്ട് ആഴ്ചയിൽ ഒരു 3 ലോങ് വീഡിയോസ് ഇടും. ലോങ് വീഡിയോസ് ഇടാത്ത ദിവസത്തിൽ ഷോർട്സ് ആയിട്ട് ഇടും. ഒരു ദിവസം 2 ദിവസം എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഷോർട്സ് ചെയ്തിടും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ഏകദേശം 3 മിനിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ലെങ്തായിട്ട് ചെയ്യാൻ പറ്റും. 1 മിനിറ്റൊന്നും അല്ലല്ലോ ഷോർട്ട് ഉള്ളത്, അപ്പോൾ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ അത് 1.5 മിനിറ്റാണ്. അത് വേണമെങ്കിൽ എനിക്ക് കട്ട് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ. അതേ നടക്കത്തുള്ളൂടാ. എനിക്കറിയാം ലോങ് വീഡിയോസ് കാണുന്നവർ ഉണ്ടെന്ന്. അങ്ങനെ അപ്പം നിങ്ങളൊരു 3 മിനിറ്റത്തെ വീഡിയോ നിങ്ങൾ കാണുമല്ലോ. കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ മെസ്സേജ് അയച്ചതിൽ പലരും പറഞ്ഞു, ചേച്ചി കുറച്ചായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യുക, കുറച്ചെങ്കിലും മതി, എന്നാലും പോസ്റ്റ് ചെയ്യാതിരിക്കല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് കൂടെ നിൽക്കാൻ സപ്പോർട്ടുള്ള ആൾക്കാരുള്ളപ്പം, സപ്പോർട്ട് തരുന്ന ആൾക്കാരുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്സിൽ കൂടെയാണ് നിങ്ങൾക്കത് റവന്യൂ വരുന്നത്. ഓഫ് കോഴ്സ് ലോങ് വീഡിയോ എന്നാണ്, പക്ഷേ ഷോർട്സിൽ കൂടെ റീച്ച് ഉണ്ടാകത്തുള്ളൂ ചാനലിന്. അപ്പോൾ ഷോർട്സിൽ കുറച്ച് ഞാൻ അതും ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ എനിക്ക് പറ്റില്ല, 2 ഇതായിട്ട് എനിക്ക് ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് ആഴ്ചയിൽ 3 ലോങ് വീഡിയോ ആകുമ്പം ലോങ് വീഡിയോ റീച്ച് ആയില്ലെങ്കിൽ ഞാൻ 3 പ്രാവശ്യം സങ്കടപ്പെട്ടാൽ മതി. ഞാൻ 7 ദിവസവും തുടർച്ചയായിട്ട് ലോങ് വീഡിയോ ഇട്ടാലും ഞാൻ 7 തവണ സങ്കടപ്പെടണം. അത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് ആ ലാസ്റ്റത്തെ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്
എൻ്റെ ഡേ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഇടുന്നത്. ഹാർഡ്ലി എനിക്കൊരു $1 ഒരു വീഡിയോയ്ക്ക് കിട്ടി തുടങ്ങിയത് ഇപ്പോൾ ഈ ലെങ്ത്ത് കൂട്ടിയതിൽ പിന്നെയാണ്. അതിന് മുന്നേ വരെ $1 പോലും ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാക്രിഫൈസസ് ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് ചെയ്താലേ നടക്കത്തുള്ളൂ. എൻ്റെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിനും അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യും. ലോങ് വീഡിയോ ഉള്ള ദിവസം ലോങ് വീഡിയോ, അല്ലെങ്കിൽ ഷോർട്സ്, അങ്ങനെ. അപ്പോൾ കൂടെ കാണും എന്ന് എനിക്കറിയാം, കൂടെ കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ കാണുമല്ലോ എന്നൊന്നും ചോദിക്കുന്നില്ല. കൂടെ കാണുമെന്ന് എനിക്കറിയാം. കുറച്ച് മാവ് ഞാൻ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം സമൂസ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും പൊട്ടറ്റോ ബാക്കിയാണ്. പൊട്ടറ്റോ ഇന്ന് തീർത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരം അത് സമൂസയാക്കാം. അപ്പോൾ ഏകദേശം ഞാൻ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എണ്ണുന്നുണ്ടായിരുന്നു. ഷെഫ് കുഴച്ചുകൊണ്ട് പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ആയി വീണ്ടും മാവിട്ട് പിന്നെ വീണ്ടും വെള്ളമിട്ട് കുറച്ച് ലാവിഷായിട്ടാണ് കുഴക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ മനക്കണക്ക് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് നിൽക്കും. പൂരിയുടെ എണ്ണമൊക്കെ കറക്റ്റായിരിക്കും. ഇവിടെ ഇത്തിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം പഴംപൊരി പൊരിക്കണ്ടല്ലോ, നമുക്ക് സമൂസ ഉണ്ടാക്കാം. ഞാൻ സമൂസയെന്ന് ഞാൻ വിളിക്കുന്നതാണ് കേട്ടോ. അത് ഒറിജിനൽ സമൂസയൊന്നുമല്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം കൂടെ, അതിന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ഒരു നന്ദികേട് പോലെ ആയിപ്പോവും. ഞാൻ ഫ്രൈഡേ, അതായത് വെനസ്ഡേയിലെ വീഡിയോ ആണല്ലോ ഇത്. ഫ്രൈഡേ രാവിലെയും ഞാൻ മനസ്സിലിങ്ങനെ എപ്പോൾ തൊട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നതാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊന്നുള്ളൊരു ഞാൻ പറഞ്ഞത് കണക്ക് ഇത് വരുന്നില്ല. എന്താ പറയുന്നത്, ഉള്ളിൽ നിന്നൊരു പ്രേരണ ഇല്ലാത്ത പോലെ ആയിരുന്നു. ഫ്രൈഡേ രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. കാരണം അതിൽ എപ്പോഴും ആരെങ്കിലും പോസ്റ്റ് ചെയ്യും. എഫ് ബിയിലേ ഓഫാണ്, ഇൻസ്റ്റാഗ്രാമിലേ ഓഫാണ്. വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മാത്രം മതി എന്നുള്ളത് കൊണ്ട് ഞാനത് ഓഫ് ചെയ്തിട്ടിരിക്കുക. പിന്നെ അതുമല്ല, സ്കൂളിൽ ഇപ്പം നമ്മൾ പ്രാക്ടീസിന് എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും, ഈവൻ യൂട്യൂബിൻ്റെ തന്നെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. പാട്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരും. നോർമൽ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ മാത്രം കണ്ട് ഓണായിട്ട് കിടപ്പുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഹായ് ലയോണ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അപ്പോൾ മുൻപ് എൻ്റെ യൂട്യൂബിലെ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മറ്റേ YPP യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിന് എലിജിബിൾ ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഷെബി ചേച്ചി, ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി എന്ന് പറഞ്ഞിട്ട് ചാനലുള്ള ചേച്ചി വന്ന് ആദ്യം കമൻറ്റ് ചെയ്യുന്നത്, എടാ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ഏണിംഗ് അല്ല, ഇത് വേറൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ചേച്ചി കമൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ പോയി പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ചേച്ചിയുടെ ഈ ഒരു നല്ല വീഡിയോസും റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരി നല്ല തിരക്കുള്ള ആളാണ്. എഡിറ്റിംഗ് ഒക്കെ എത്ര തിരക്കുള്ള പണിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിലും രാവിലെ 6 മണിക്ക് എണീറ്റപ്പോഴോ മറ്റോ എനിക്കൊരു ഹായ് ഇട്ടേക്കുന്നു, ഹായ് ലയോണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് തിരിച്ചയച്ചു. മോരൊക്കെ അമ്മ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരപ്പൊക്കെ അമ്മ അരച്ച് തന്നു. അത് ഞാൻ കാച്ചി എടുക്കുന്നതേ ഉള്ളൂ. കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടാണ് പുള്ളിക്കാരത്തി മെസ്സേജ് അയച്ചിരുന്നത്. എനിക്ക് സാഡായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് വോയിസ് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് എൻ്റെ ഒരു മൂഡ് തന്നെ എന്തായാലും ചേച്ചി മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അതെന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി കഴിയുമ്പോൾ കാണിച്ചു തരാം. ആ ഒരു വിൻഡോ നമ്മൾ അങ്ങനെ ഇളക്കി മാറ്റുവാണ്. അവിടെ ഫുള്ള് പ്ലെയിൻ ഗ്ലാസ് ഇടാനാണ് പരിപാടി. ആ വിൻഡോയിൽ ഒരെണ്ണമാണ് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റാതെ അതിൻ്റെ അകത്ത് എലിയും കയറിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ആ കോലാഹലങ്ങൾക്കിടയിലാണ് എൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. മോര് കാച്ചി മീനും പൊരിക്കാനിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മീൻകറി ഉണ്ട്, പിന്നെ വെജിറ്റബിളും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പകുതി ജോലികൾ, ലഞ്ചിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കുറച്ച് ടിപ്സൊക്കെ ഷെയർ ചെയ്ത് തന്നു കേട്ടോ ചേച്ചി. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പുതിയ ഡിസിഷൻസൊക്കെ എടുത്തത്. ഇത് രണ്ടും കൂടെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഷോർട്സും ചെയ്തേ പറ്റൂ, ലോങ് വീഡിയോയും ചെയ്തേ പറ്റൂ. ഇത് രണ്ടും ആളുകളിലേക്ക് എത്തുകയും വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനാണ് തോന്നിയത്. റൈറ്റ് നൗ 3 ലോങ് വീഡിയോസ്, ബാക്കി ദിവസങ്ങളിൽ ഷോർട്സ്. അങ്ങനെയാണ് എൻ്റെ ഡിസിഷൻ. എന്തായി വരും എന്ന് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് ചാനലിൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് കുക്കു സാറിനെ പഠിപ്പിക്കുവാണ് കേട്ടോ. ഏതെങ്കിലും ഇന്നിപ്പോൾ ലീവൊക്കെ എടുത്തിരിക്കുകയല്ലേ, എന്നാലും ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഹിന്ദി തന്നെ പഠിക്കാം. ഹിന്ദി മലയാളമാണ് ഏറ്റവും പാടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് അധിക നേരം വീട്ടിൽ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയും മലയാളവും പഠിക്കാമെന്ന് വിചാരിച്ചെങ്കിൽ ഹിന്ദി മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. ഹിന്ദി ഞങ്ങൾ പഠിച്ച് തീരുന്നവരെയും ഒരുത്തനെ അമ്മ ലില്ലിയംസിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവനവിടെ നിൽക്കുന്നില്ല കേട്ടോ, തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കുക്കുവിനെ ഞാനങ്ങ് റിലീവ് ചെയ്തു. കുറച്ച് നേരം പോയി
ഇനി ഫുട്ബോൾ, വേറൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഈ ഏതൊക്കെയോ മാച്ചിന് ആരൊക്കെയോ റിവ്യൂ പറയുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നിലു ചോറ് കഴിച്ചു കേട്ടോ. നിലുവിന് ചോറൊക്കെ കൊടുത്തിട്ടാണ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുക്കുവിന് ചോറ് കൊടുക്കാനായിട്ട് പോകുന്ന വഴിയിൽ നോക്കിയപ്പോൾ നമ്മുടെ വിൻഡോൻ്റെ പ്രോഗ്രസ് അത് ഏകദേശം ഇത്രയായി. ആ ഒരു പാർട്ട് അങ്ങനെ തന്നെ അവിടെ നിന്ന് മുറിച്ച് വെച്ചു. ഈ വെളിയിൽ ചാരി വെച്ചിരിക്കുന്ന സംഭവമാണ് ഇനി അവിടെ ഇടാനുള്ളത്. ബ്ലാക്ക് പോലെ തോന്നുമെങ്കിൽ അത് ബ്ലാക്ക് അല്ല. ഞാനത് വെച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. നല്ല പ്ലെയിൻ ഗ്ലാസ് പോലെയാണ്, സ്ലൈറ്റ്ലി ടിൻറ്റഡ് ആണ്. ഞാൻ ദേ ചോറെടുക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് കറിയെന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഇന്നലത്തെ പയറൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അതൊക്കെയാണ്. കുക്കുവിനുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ചോറ് കഴിക്കും. ആലൻ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഗ്ലാസിൻ്റെ ആ ഒരു സൈഡ്, നമ്മുടെ വീട്ടിൻ്റെ ആ ഒരു സൈഡ് അധികം യൂസ് ചെയ്യാത്ത സൈഡാണ്. അവിടുത്തെ ക്ലീനിങ്ങും പരിപാടികളും ഒക്കെ ആയിട്ടാണ് ആലൻ നിൽക്കുന്നത്. ഇപ്പോഴെങ്ങും വന്ന് ചോറ് കഴിക്കുന്ന ലക്ഷണമില്ല. പിന്നെ ഞാൻ എത്ര താങ്ക്സ് പറഞ്ഞാലും തീരാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലെ മെസ്സേജിലും ഫേസ്ബുക്കിലെ പേഴ്സണൽ മെസ്സേജിലും അല്ലാതെ കമൻ്റായിട്ടും ഒക്കെ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്ത് ഞാൻ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്ത പോലെ എൻ്റെ ഏറ്റവും വലിയ നേട്ടം അതാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ അങ്ങനെ വീട്ടിൻ്റെ പുറത്ത് തന്നെ വളരെ റെയറായിട്ട് ലില്ലിയൻ സ്ട്രീറ്റിൽ തന്നെ പോയി ഇരിക്കാറുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ പോയി വൈകുന്നേരമൊക്കെ സേറമോളുടെ വീട്ടിലോ ഇവിടെയൊക്കെ പോയി ഇരുന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ എനിക്ക് അതിനുള്ള സമയം പോലും കിട്ടുന്നില്ല. ആ സമയത്തും പിറ്റേ ദിവസത്തെ കുക്കിങ്ങും പിന്നെ ആ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എഡിറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ടേ ഇറങ്ങാറില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഞാനിങ്ങനെ എന്തുവാ പറയുന്നത്, എൻ്റെ ഒരു ഷെഡ്യൂളിലോട്ട് ഞാനിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മിസ്സായി. പക്ഷേ അവരൊക്കെ നമ്മൾ തേങ്ങ തിരുകുമ്പോഴും മീൻ വെട്ടുമ്പോഴും ഒക്കെ സേറമോളുടെ അമ്മയടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാലും എനിക്ക് ഫ്രണ്ട്സ് ടീമൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നിങ്ങൾ കാണുന്നത് ഞാൻ ഈ അടുക്കള ഈ വീഡിയോ ആയിട്ട് തന്നെയൊക്കെ നിൽക്കുന്നതല്ലേ. ഞാൻ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ചാച്ചി ഉറങ്ങി. എനിക്ക് വളരെ പാടാണ് എൻ്റെ സർക്കിളിലേക്ക് ആൾക്കാരെ എടുക്കാനായിട്ട്. എനിക്ക് ഒരുപാട് പാടാണ്. എനിക്ക് പറ്റത്തില്ല പെട്ടെന്ന് അങ്ങനെ പലരെയും പെട്ടെന്നെടുത്ത ആൾക്കാരെയൊക്കെ എനിക്ക് പെട്ടെന്ന് കളയേണ്ടിയും വന്നിട്ടുണ്ട്. മെനി പ്രൂവ്ഡ് ടു ബി അൺവർത്തി ഓഫ് ഇറ്റ്. ഞാൻ അങ്ങനെ നോക്കാതെ ടപ്പേന്നും പറഞ്ഞ് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്സ് എല്ലാം ടപ്പേന്നും പറഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എനിക്ക് ഇപ്പോൾ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സിനെക്കാളും യൂട്യൂബിൽ നിന്ന് ഇതിനുള്ളത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ കുറച്ച് പേരാണ്. ഇപ്പോൾ എവിടെയോ കിടക്കുന്ന നിങ്ങളൊക്കെ ആ ഒരു കമൻ്റ് ഇടുമ്പോൾ അയ്യോ ഈ കൊച്ചൊന്ന് ഓക്കെ ആയെങ്കിൽ എന്ന് പറയുന്ന അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കൊക്കെ എൻ്റെ മനസ്സിലൊരു മുഖമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പം നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് കേട്ടോ. ആ ഒരു മൂഡിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇതെല്ലാം സഹായിച്ചു. അപ്പോൾ ബാക്ക് ടു നമ്മുടെ തട്ടിക്കൂട്ട് സമൂസ റെസിപ്പി. സമൂസ ചെയ്യുന്നതിന് മുമ്പ് നാളെ ഇടിയപ്പത്തിൻ്റെ കൂടെ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമൂസയുടെ മസാലയിൽ നമ്മൾക്ക് പൊട്ടറ്റോയും ഗ്രീൻ പീസും ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ധൃതിയിൽ അതങ്ങോട്ട് എണീറ്റ് വന്നപ്പോൾ താമസിച്ചു കേട്ടോ. അപ്പോൾ അലൻ സിസിജി പോയൊക്കെയാണ്. വരുമ്പോഴേക്ക് സമൂസ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പീസ് നമുക്ക് വെന്ത് കിട്ടണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറക്കമെണീറ്റ് വന്നിട്ട് ആദ്യം ചെയ്ത പരിപാടി കുക്കറിലേക്ക് ആ ഗ്രീൻ പീസ് എടുത്തിട്ടിട്ട് തീ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടതും ഒരു സവാള തട്ടിക്കൂട്ടി അങ്ങ് അരിഞ്ഞിട്ടു, ഒരു തക്കാളി ഇട്ടു, 2 പച്ചമുളക് ഇട്ടു. പിന്നെ സവാള ഇതൊക്കെ ഞാൻ യൂഷ്വലി ആദ്യം ചോപ്പിംഗ് ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ആദ്യം ഇതെല്ലാം അരിഞ്ഞ് തീർത്തിട്ടാണ് പിന്നെ ഈ പ്ലഗ് പോയിന്റിൽ റിംഗ് ലൈറ്റ് കുത്തിയിട്ടൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് ഗ്രീൻ പീസ് പെട്ടെന്ന് ആക്കിയെടുക്കാനുള്ള ധൃതി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇതൊക്കെ അമ്മയുടെ മെത്തേഡാണ്. ആദ്യം സംഭവം അടുപ്പിലേക്ക് വെക്കുക, ബാക്കിയെല്ലാം ഓടി അതിൻ്റെ വഴിയെ എത്തുക. കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നടക്കണം. അങ്ങനെ പൊടികളായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴത്തെയും പോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രം മുളക് പൊടി. അധികം റെഡ് കളർ ആവണ്ടല്ലോ, ഗ്രീൻ പീസ് കറി ഗ്രീനായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലിട്ടത്. മല്ലിപ്പൊടി കൂടുതലിട്ടു, കുരുമുളക് പൊടി കുറച്ചിട്ടു, മുളക് പൊടി തീരെ കുറച്ചിട്ടു. പിന്നെ കുറച്ച് ചെന്ന മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സമൂസയുടെ അകത്ത് വെക്കാനുള്ളതല്ലേ, അപ്പോൾ ഒരു ഇത്തിരി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് അല്പം ചെന്ന മസാലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കർ അടയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെ കുതിർത്തി വെച്ചിട്ട് ഏകദേശം ഒരു 4:30-5 മണിയായി കാണും. അപ്പോൾ വെന്ത് വന്നോളും. പിന്നെ ഇത് ഞാൻ ഗ്രീൻ പീസ് എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നല്ല സ്മാഷ് ആവുന്ന രീതിയിൽ അങ്ങ് കുക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രീൻ പീസ് എടുത്ത് അരയ്ക്കാൻ നിൽക്കത്തില്ല. ഇനി ആ കുക്കർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ഇത്രയായാലും ഈ സാധനങ്ങളെല്ലാം അരഞ്ഞ് കുഴഞ്ഞും മറിഞ്ഞിങ്ങ് വന്നോളും. എന്നിട്ടാണ് ഞാൻ ഉച്ചക്കത്തെ ചോറും കറികളും ഒക്കെ ഫ്രിഡ്ജിലേക്ക് ആക്കുന്നത്.
ഫ്രിഡ്ജിലേക്കല്ല ഒതുക്കി മാറ്റുന്നത്. രാത്രി കഴിക്കാനുണ്ടല്ലോ, അമ്മയും കുക്കുമൊക്കെ കഴിക്കണം. ഞാൻ രാത്രി ഇനി ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. സമോസയൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് അധികം വിശപ്പുണ്ടാവത്തില്ല. അങ്ങനെ മീൻകറിയും മോരും പിന്നെ ചോറും എല്ലാം കൂടെ എടുത്ത് ഞാൻ മാറ്റി വെച്ചു. ഇനി അടുത്ത പരിപാടി, ഞാൻ ഫ്രിഡ്ജിൽ പോയി മറ്റേ നമ്മൾ മാവ് രാവിലെ ഞാൻ ബാക്കി കുറച്ചെടുത്ത് വെച്ചിരുന്നില്ലേ, അത് വെക്കാൻ പോയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചോറിങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഇത് അമ്മയ്ക്ക് എപ്പോഴും പറ്റുന്നതാണ് കേട്ടോ. അപ്പത്തിന് ആട്ടാൻ എടുക്കാമെന്ന് പറഞ്ഞ് എടിപിടിയെന്നാണല്ലോ ഇവിടെ അപ്പം ചൂടൽ പരിപാടി നടക്കുന്നത്. ആട്ടുമ്പോൾ എടുക്കാനായിട്ട് കുറച്ച് ചോറ് എല്ലാ ദിവസത്തെയും അവസാനത്തേന്ന് കുറച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ ഡബ്ബകൾ ആൾക്ക് തന്നെ മറന്നു പോകും. ഏറ്റവും ആദ്യം വെച്ച ഡബ്ബ ആയിരിക്കത്തില്ല പിന്നെ പോയി എടുക്കുന്നത്, ഏറ്റവും അവസാനം വെച്ച ഡബ്ബയായിരിക്കും എടുക്കുന്നത്. അങ്ങനെ അത് ഞാൻ തുറന്നപ്പോഴേക്ക് ആ ചോറൊക്കെ കൂടെ തമിഴ്നാടുകാരുടെ കേർഡ് റൈസ് ഇരിക്കുന്ന പോലെ ഫെർമെൻറ്റഡ് ആയിട്ട് മൊത്തം കലങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ അതെടുത്ത് കൊണ്ട് വെളിയിൽ കാക്കയ്ക്കൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. വിൻഡോയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ആ റൂമൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. ബാത്റൂമിൻ്റെ അവിടെയും നമ്മൾ ആ ഷവർ ഹെഡൊക്കെ മാറ്റിയായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പൊളിച്ചിട്ട് വാർത്തൊക്കെ വെച്ചിട്ടുണ്ട്, അതുമൊക്കെ പെയിൻ്റ് അടിക്കണം. പെയിൻറ്റിങ് പരിപാടിയൊക്കെ എൻ്റെ കെട്ടിയോൻ തന്നെ ചെയ്തോളും കേട്ടോ. നമ്മൾ ഇടയ്ക്കും മുറിക്കും എനിക്ക് തോന്നുന്നു 1 വർഷം ഇടമായിട്ടാണെന്ന് തോന്നുന്നു സ്കൂൾ പെയിൻറ്റ് ചെയ്യും. അപ്പോൾ ആ ടൈമിലാണ് ഡാഡ വീടും പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അതേ കളേഴ്സൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കി ഇവിടെ ഈ കിച്ചൻ്റെ ലോഡിങ്ങിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ എന്ത് പെയിൻറ്റാണ് വേണ്ടതെങ്കിലും അതവിടെ കാണും, കുറച്ച് ബാക്കിയുള്ളത് അവിടെ കാണും. അപ്പോൾ പെയിൻറ്റ് അടിക്കാത്ത വർഷങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ആ ജനൽ പൊളിച്ചെടുത്ത് വലുതായിട്ട് പ്രശ്നമില്ല, പക്ഷേ ആ ബാത്റൂമിൽ പെയിൻറ്റ് കുറച്ച് സിമെൻറ്റ് തേച്ചാണൊക്കെ ഇരിക്കുന്നത്, അവിടെയൊക്കെ പെയിൻറ്റ് അടിക്കണം. ഇത് കുറച്ച് കോവയ്ക്കാണ് കേട്ടോ, നാളത്തേക്ക് വെജിറ്റബിളിനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഈ ഗ്യാപ്പിൽ ഞാൻ അതും കൂടെ അങ്ങ് ചെയ്തത് ആരാൻ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് അത്രയും സമയമുണ്ട്. അത് മാത്രമല്ല, അമ്മ പോകുന്നതിന് മുമ്പ് 2 പേർക്കും പാല് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ 2 പേരും പാലൊക്കെ കുടിച്ചിരിക്കുക, 2 പേർക്കും വലിയ വിശപ്പില്ല. പിന്നെ നിലു ഇത് കഴിക്കത്തില്ല. പിന്നെ അമ്മയടുത്ത് നമ്മൾ ഇന്നലെ രാത്രി പറഞ്ഞില്ലായിരുന്നു ഇന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ അമ്മ രാവിലെ എണീറ്റപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ അരിയുടെ കൂടെ കുക്കറിൽ കുക്കു സാറിന് കൊണ്ടുപോകാനായിട്ട് ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിലുവിന് ഇപ്പോൾ ഈവനിങ് കൊടുക്കാനായിട്ട് അവന് വേണ്ടി മാത്രമായിട്ട് ആ ഏത്തപ്പഴം എടുക്കണ്ട, അവന് ഒരു എഗ്ഗ് അങ്ങ് കൊടുക്കാം, ഞങ്ങൾക്ക് ഈ പറഞ്ഞ സമൂസ എന്ന് ഞാൻ വിളിക്കുന്ന പലഹാരവും കഴിക്കാം. അങ്ങനെ അതേ കോവയ്ക്ക ഞാൻ നീളത്തിന് അങ്ങ് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. കാരണം നോക്കിയപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, ഇത് മേടിച്ചതല്ല, ഷേളി ചേച്ചി എങ്ങാണ്ട് കൊടുത്തതാണെന്ന് തോന്നുന്നു അമ്മയ്ക്ക്. നമ്മുടെ നിലു പറയത്തില്ലേ സിജോനെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്, ആ സിജോയുടെ അമ്മ. അപ്പോൾ ആ കോവയ്ക്ക് അതുകൊണ്ട് ഞാൻ നീളത്തിന് അരിഞ്ഞെടുത്തു. കുറച്ച് സവാളയും പിന്നെ ഒരു തക്കാളിയും കൂടി ഇതേ കണക്ക് നീളത്തിന് അരിഞ്ഞെടുത്തിട്ട്, സവാള ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം കുറവായതുകൊണ്ട്, കോവയ്ക്ക കുറവായതുകൊണ്ട് നമ്മുടെ മെഴുക്ക് പുരട്ടീനെ ഒന്ന് എന്താ പറയുന്നത്, ഒന്ന് വിജിലംബിപ്പിക്കാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തോന്നിക്കാനായിട്ടാണ് തക്കാളിയും ഒക്കെ കൂടെ ആഡ് ചെയ്യുന്നത്. തക്കാളി ഏത് പച്ചക്കറി മെഴുക്ക് പുരട്ടുമ്പോൾ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ലിലിയംച്ചി എന്ത് മെഴുക്ക് പുരട്ടിയാലും തക്കാളി ചേർക്കും. വഴുതനങ്ങയൊക്കെ അമ്മച്ചി മെഴുക്ക് പുരട്ടുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കിഷ്ടമായിരുന്നു. അല്ലാതെ പൊതുവേ എനിക്ക് വഴുതനങ്ങ വെണ്ടയ്ക്ക ഇഷ്ടമല്ലാത്തതുകൊണ്ട് അല്ലാതെ ഞാനത് കഴിക്കത്തില്ല. അമ്മച്ചി അന്നേരമൊക്കെ ചൂടോടെ ചോറ്, ഇതെനിക്ക് ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പോകുമ്പോൾ അമ്മച്ചി ഇങ്ങനെ ചട്ടിയിലോ ഇന്നലത്തെ കറിച്ചട്ടിയിലോ ഒക്കെ ആയിട്ട് ചൂടോടെ ചോറൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ എനിക്ക് വാരിത്തരും. അമ്മച്ചി വാരിത്തരുന്ന ചോറും തിന്നിട്ട് തിരിച്ചിവിടെ വന്നിട്ടാണ് ആരാനുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്, അമ്മച്ചി എന്ത് മെഴുക്ക് പുരട്ടിയാലും അതിലൊരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർക്കും. നമ്മുടെ ഗ്രീൻ പീസ് കറി ഏകദേശം ശരിയായി, റെഡിയായി. അതിന് ഇനി താളിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോവയ്ക്കയ്ക്കായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് വഴറ്റി, പിന്നെ കോവയ്ക്കയും തക്കാളിയും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തു. പിന്നെ അതിന് വേണ്ടത്ര ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കളറിനായിട്ട്. മെഴുക്ക് പുരട്ടി ഇത്തിരി നല്ല കളർഫുള്ളായിട്ടിരിക്കണമല്ലോ. എന്നിട്ട് ഇത് ഞാൻ മൂടുന്നില്ല കേട്ടോ, ഇതെനിക്കൊരു സെമി ഫ്രൈഡ് പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഈ സൈഡ്സൊക്കെ മുരിച്ച് ഇങ്ങനെ എടുക്കും. തീ കുറച്ച് വെച്ചിരുന്നാൽ മതി, ഓപ്പണായിട്ട് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിരുന്നാൽ മതി. എണ്ണ വേണം കേട്ടോ, എണ്ണ ഇല്ലെങ്കിൽ തുമ്മി മെരിക്കാം ഈ പൊടികളും ഒക്കെ കൂട്ടിയിടുന്നതുകൊണ്ട്. അപ്പം നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിങ്ങനെ മുരിഞ്ഞ് എണ്ണ നിന്നങ്ങ് കുറഞ്ഞോളും. അപ്പോൾ നമ്മൾ ഒക്കെ വന്നു. കടുകും സവാളയൊക്കെ പൊട്ടിച്ചപ്പോൾ അവിടെയെല്ലാം എണ്ണ തെറിച്ച് വീണായിരുന്നു. അതപ്പോഴേ തന്നെ അങ്ങ് തുടച്ച് മാറ്റി, അല്ലെങ്കിൽ ഇനി അതൊരു വലിയൊരു പണിയായിട്ട് കിടക്കും. ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ നടുക്കിരിക്കുന്നൊരു സാധനം, അതായത് ബേണർ കഴിഞ്ഞിട്ട് ആ തീ വരുന്ന സാധനത്തിൻ്റെ ചുറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ തുടയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ തുടയ്ക്കാൻ എടുത്തപ്പോൾ അതിങ്ങ് ഒടിഞ്ഞിങ്ങ് പോരുന്നു. അത്രയ്ക്കത് തുരുമ്പടിച്ചു. അങ്ങനെ ഞാൻ ആ 3 ബർണറിൻ്റെ ആ റൗണ്ട് എടുത്തങ്ങ് മാറ്റി. ഇനി അതിൻ്റെ സ്റ്റീൽ വല്ലതും മേടിക്കാൻ കിട്ടുമെന്ന് നോക്കണം. എനിക്കറിയത്തില്ല അങ്ങനെ ഇതിൻ്റെ പാർട്സായിട്ട് മേടിക്കാൻ കിട്ടുമോ, നീ കറക്റ്റ് റൗണ്ട് പറഞ്ഞാൽ കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ അത് എടുത്ത് മാറ്റിയിട്ട് ഗ്യാസിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. തീ വരുന്നതിനോ അല്ലാതെ ഞാൻ വിചാരിച്ചു തീ ഇങ്ങനെ പടർന്നൊക്കെ പോകുന്നു, അങ്ങനെയൊന്നും എന്തായാലും പോകുന്നില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ പൊട്ടറ്റോയുടെ രാവിലത്തെ ബാക്കി പൊട്ടറ്റോ എടുത്ത് കുറച്ച് ഗ്രീൻ പീസും എടുത്ത് അത് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു.
ബാക്കി ഗ്രീൻ പീസിൽ ഞാൻ എപ്പോഴും ഇടുന്ന എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ സീക്രട്ട് അല്ല, ഇപ്പോൾ പബ്ലിക്കായിട്ട് യൂട്യൂബ് വീഡിയോസിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിരുന്ന പഞ്ചസാരയും ലേശം വിനാഗിരിയും കൂടെ ഗ്രീൻ പീസ് കറിയിലിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്ക ഒരു സൈഡൊക്കെ മുരിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ചിക്കിയൊക്കെ ഇട്ട് കൊടുക്കാം, അടുത്ത സൈഡ് മുരിയട്ടെ. ഗ്രീൻ പീസ് കറി താളിക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത്. ചെന്ന മസാല ഇടുമ്പോൾ വെളിച്ചെണ്ണ ചേർത്താൽ അതൊരു ചേർച്ചയില്ലായ്മ പോലെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുത്തു, കടുകും ലേശം പെരിഞ്ചീരകവും ഇട്ടു. എന്നിട്ട് ഒരു കൊച്ചുള്ളി സ്പോട്ടിൽ തന്നെ ഉരിച്ച് ക്ലീൻ ചെയ്ത് അരിഞ്ഞിട്ടു. പിന്നെ 2 വറ്റൽമുളകും ഇട്ടു. എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗ്രീൻ പീസ് കറിയുടെ മേളിൽ താളിച്ചിട്ടത്. ഇന്ന് രാത്രി ആലന് ചപ്പാത്തിക്ക് ഗ്രീൻ പീസ് കറിയാണ്. കൂടെ 2-3 സ്ലൈസ് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചാൽ മതി. ഒരു മൂടുണ്ടെങ്കിൽ ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കും, അല്ലെങ്കിൽ അത് ചെയ്യത്തില്ല. പിന്നെ ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എണീക്കാൻ താമസിച്ചതുകൊണ്ട്, അതായത് മമ്മീനെ ഞാൻ വിളിച്ച് പറയുന്നത് എൻ്റെ അലാം അടിക്കുന്ന സമയത്താണ് ഞാൻ മെസ്സേജ് ഇടുന്നത്, വിളിച്ച് പറയല്ല മെസ്സേജ് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കിടന്നു കുക്കുവിൻ്റെ കൂടെ. പിന്നെ അധികം നേരമൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ, കറക്റ്റ് ഒരു 8-10 ആയപ്പോൾ എണീറ്റു. അപ്പോൾ എന്നെ കാണാഞ്ഞുകൊണ്ട് അമ്മ, ഇന്നലെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിരുന്നല്ലോ, അപ്പോൾ അമ്മ അതുകൊണ്ട് രാവിലെ ഗോതമ്പ് പുട്ടങ്ങ് ഉണ്ടാക്കിയായിരുന്നു. ഒന്നും പറയാൻ വിട്ടുപോയി. ആ ഗ്രീൻ ഡിഷ് നിറയല്ല 3 കുറ്റി ഗോതമ്പ് പുട്ട് അതിൻ്റെ തിരുപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, എന്തായാലും ഇന്നിപ്പോൾ പൂരി ചെയ്തേ പറ്റത്തുള്ളൂ, കിഴങ്ങ് കറി എനിക്ക് തീർത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇന്ന് ഡിന്നറിന് എനിക്കും അമ്മയ്ക്കും കുക്കുവിനും ഒക്കെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ. ഞാനും അമ്മയൊക്കെ മീൻകറിയും കൂട്ടി കഴിക്കും. കുക്കു സാറിനും നിലുവിനും ഏത്തപ്പഴം ഇട്ട് കൊടുക്കും. ഇവിടുത്തെ എൻ്റെ ഒട്ടുമിക്ക എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളും നടക്കുന്നത് ഏത്തപ്പഴത്തിലും ഉരുളക്കിഴങ്ങിലുമാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമാണ്, വീട്ടിൽ അത് രണ്ടും മേടിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു സമൂസയ്ക്കുള്ളത് പരത്തി വയ്ക്കാമെന്ന്. അപ്പോൾ നല്ല നൈസായിട്ട് പരത്തണമല്ലോ. ഞാൻ വിചാരിച്ചു മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് മാവിൽ അങ്ങനെ ഒരു മണമൊക്കെ കാണുമെന്ന് കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, എന്നൊരു നല്ല മണം. നമ്മൾ ഈ അച്ചപ്പമൊക്കെ ചെയ്യാൻ മാവൊക്കെ റെഡിയാക്കത്തില്ലേ, അച്ചപ്പമല്ല ഡയമണ്ട്, ആ ഒരു നല്ല മണം. അങ്ങനെ ഞാനത് മൈദമാവ് തേച്ചിട്ട്, രാവിലെ പൂരിക്ക് എണ്ണ തേച്ചാണ് പരത്തിയെടുത്തത്, ഇപ്പോൾ ഞാൻ മൈദമാവ് തേച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ. എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കേണ്ടതല്ലേ. എണ്ണ ഇട്ട് കഴിഞ്ഞ് സമൂസ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കിയെടുക്കാൻ പറ്റത്തില്ല പാത്രത്തിൽ നിന്ന്. അതുകൊണ്ട് നല്ല തിന്നായിട്ട് മൈദമാവ് തേച്ച് ഞാൻ ഈ ഒരു മാവിൻ്റെ മിക്സ്ചർ പരത്തിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 7-8 ഉണ്ട് കേട്ടോ പരത്തി വന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആലിനുള്ള ചപ്പാത്തിയും ഇതിലെങ്ങനെ ചെയ്യാം, തീയിലിട്ട് നോക്കാം, പുൽക്ക പോലെ പൊങ്ങി വരുമോ എന്ന് നോക്കാം. മുട്ടയും എണ്ണയൊക്കെ ചേർന്നതുകൊണ്ട് പൊങ്ങി വരണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ റെഡി ടു കുക്ക് ചപ്പാത്തി ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡിൽ സമൂസ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 3 എണ്ണം ചപ്പാത്തിക്കായിട്ടും ചെയ്യാം. സമൂസ കഴിക്കുന്നതുകൊണ്ട് ചപ്പാത്തി 3 എണ്ണേ കഴിക്കത്തുള്ളൂ, പ്ലസ് നോൺ വെജ് ഒന്നും അല്ലല്ലോ കറി, അതുകൊണ്ട് എന്തായാലും 3 എണ്ണേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇതൊക്കെ മൈൻഡിൽ സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത കുക്കിംഗ് പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി വൈകിട്ടത്തെ കടിയുമായി, പിന്നെ രാത്രിത്തേക്കുള്ള ഡിന്നറുമായി, പിന്നെ അധികം പണികളൊന്നുമില്ല. മീൻകറി ചൂടാക്കി അങ്ങ് കഴിച്ചാൽ മതി. ഇവിടെ മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈമിൽ ഏകദേശം ഒരു ഇരുളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇപ്പോൾ പെയ്യത്തില്ലയോ എന്നുള്ള രീതിയിൽ അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു മഴയുണ്ടോ എന്നും പറഞ്ഞ്. ഇവിടെ ഇതുവരെ ഇല്ലടാ എന്ന് ഞാൻ കമൻറ്റ് ചെയ്തത് ഞാൻ അന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, മൊത്തത്തിലൊന്ന് ഇരുണ്ട് കയറി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആകെ ആ ഒരു പോയിന്റിൽ മാത്രമേ കുറച്ച് വെട്ടമുള്ളൂ. സൺസെറ്റൊക്കെ കഴിഞ്ഞോന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. സണ്ണിനെ ഞാൻ ഇവിടെ അങ്ങ് നോക്കിയിട്ട് കാണുന്നില്ല. സേറമോളും അമ്മുവും വന്നിട്ടുണ്ട്, 3 എണ്ണവും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിനി അടുത്ത പരിപാടി തുടങ്ങാം. ഇത് ട്രയാങ്കിൾ ഷേപ്പിലൊന്നും അല്ല ഞാൻ എടുക്കുന്നത്, അങ്ങനത്തെ ഷേപ്പൊന്നും ഉണ്ടാക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അതിന് നല്ല കുറച്ചുകൂടെ സ്ക്വയർ ഷേപ്പിൽ വലിയ ഷീറ്റ്സ് വേണമായിരിക്കും. അങ്ങനെ കൂൺ പോലൊക്കെ ആക്കി ഇതിൻ്റെ അകത്തൊക്കെ ഇടാൻ നോക്കിയിട്ട് അതൊന്നും നടന്നിട്ടില്ല. ഇത് മമ്മിയുടെ ഒരു ടെക്നിക്കാണ് കേട്ടോ. മമ്മിയാണ് എന്നെ ഈ സമൂസ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. മമ്മി ഇവിടെ പൂരി ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ബാക്കി മാവ് വെച്ചിട്ട് പൂരിക്ക് മമ്മി എപ്പോഴും ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് ഉരുളക്കിഴങ്ങ് ചിക്കി എടുത്തിട്ട് അതിൽ 2-3 മുട്ടയും കൂടെ ചേർക്കും. നല്ല ടേസ്റ്റാണ്. ആ ടേസ്റ്റിലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് കിഴങ്ങ് കറിക്കകത്ത് കുറച്ച് വെന്ത ഗ്രീൻ പീസൊക്കെ കൂടി ഇട്ടത് ഇത് ഓരോന്നിൻ്റെ അകത്തും വെച്ച് കൊടുത്തിട്ട്, നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ അത് അടച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ വെള്ളം തൊട്ട് സീൽ ചെയ്തിട്ട്, ഈ ഫോർക്ക് ഞാൻ അതുകൊണ്ടാട്ടോ വെള്ളത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കറി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സമൂസ. ഞാൻ ഉണ്ടാക്കുന്നതാവുന്നതുകൊണ്ട് എന്ത് പേരും വിളിക്കാമല്ലോ. അതാണ് എൻ്റെ സമൂസയുടെ റാപ്പിങ്സ്. ഇതിന് എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കണം. രാവിലത്തെ പൂരി പൊരിച്ച എണ്ണ ഇരിപ്പുണ്ട്, അതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങ് പൊരിച്ച് മാറ്റാം. പിന്നെ അപ്പുറത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ചപ്പാത്തിക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ഇടയിൽ ഈ വ്യൂസ് പറഞ്ഞപ്പോഴേ ഞാൻ ഇപ്പോൾ ഗൂഗിളിനെക്കാളും ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെറ്റ ആണ് കേട്ടോ. വാട്സാപ്പിലെ മെറ്റയോട് പോയി ചോദിച്ചു എന്തായിരിക്കും കാരണം മൊത്തത്തിൽ വ്യൂസ് കുറയാനാണ്.
അപ്പോൾ മെറ്റ പറഞ്ഞ കാരണങ്ങളിലൊന്ന്, നമ്മൾ ഈ പേയ്മെൻറ്റ് ത്രെഷോൾഡൊക്കെ എത്തത്തില്ലേ, അതായത് $100 നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു റിവ്യൂവിന് പോകും. അതിന് ആ ഒരു റിവ്യൂ തീരുന്നത് വരെ നമ്മുടെ കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും യൂട്യൂബ്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ബോട്ട് ചെക്കിംഗ് ആണ് ഉണ്ടാകുന്നത്. ഇതുപോലത്തെ ഒരു മാനുവൽ റിവ്യൂ നടക്കുന്നത് നമ്മളൊന്ന് ഏൺ ചെയ്യാൻ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെ അത് കഴിഞ്ഞ് ആ റിവ്യൂ നടക്കുന്നത് നമ്മൾ $100 അച്ചീവ് ചെയ്യുമ്പോഴാണ്. അത് പേയ്മെൻ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ 100 എത്തിയല്ലോ, അപ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് വരും എന്നുള്ളതായി കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബ് വീണ്ടും ഇതുപോലെ ഒരു മാനുവൽ ചെക്കിങ്ങിന് നമ്മുടെ ചാനലിനെ വീണ്ടും അനാലിസിസ് ചെയ്യും, ടു സീ വെദർ നമ്മുടെ കണ്ടൻറ്റ് ഒറിജിനൽ ആണെന്ന് ഉറപ്പിക്കാൻ. ദാറ്റ് നമ്മൾ വേറെ ആരുടെയും കണ്ടൻറ്റ് എടുത്തിട്ടല്ല, അല്ലെങ്കിൽ വയലൻസോ ഈ പറയുന്ന ന്യൂഡിറ്റിയോ ഇങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയ പറഞ്ഞു മെറ്റ. ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ദേ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് കറക്റ്റായിട്ട് ഏൺ ചെയ്യാൻ അർഹതയുള്ളവരാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇത് അറിയാനായിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം പീരീഡിൽ നമ്മുടെ കണ്ടൻറ്റ് ഷോർട്സ് ഫീഡിൽ കാണിക്കുന്നതായാലും സജസ്റ്റഡ് വീഡിയോ ആയിട്ട് നമ്മുടെ കണ്ടൻറ്റ് പോകുന്നതും കുറവായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് തന്നെയാണ് സംഭവം. വ്യൂസ് കുറഞ്ഞതിൽ ഏറ്റവും വലിയ കാരണം സജഷൻസും, ഇത് യൂട്യൂബിൻ്റെ സജഷൻസും പിന്നെ ഷോർട്സ് ഫീഡിൽ കാണിക്കുന്നതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെറ്റ പറഞ്ഞതെന്ന് മനസ്സിലായത് ഇങ്ങനെയാണ്. അങ്ങനെയല്ല, പറഞ്ഞ ഒരുപാട് റീസൺസ് എന്ന് എനിക്ക് തോന്നിയ ഒരു റീസൺ ഇതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഈ അടുത്ത് ത്രെഷ് ഇത് അച്ചീവ് ചെയ്തായിരുന്നോ, എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ? അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ച് ഇങ്ങനെ പറഞ്ഞു ഇതാണ് സംഭവം എന്നൊക്കെ. പക്ഷേ മെറ്റ ഇതൊന്നും ഓർത്തിരിക്കത്തില്ല കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മറന്നു. അത് ഞാൻ നോട്ടീസ് ചെയ്തത് എപ്പോഴാണെന്നറിയോ, FBയുടെ മോണിറ്റൈസേഷൻ വൈകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചായിരുന്നു. ഇത്രയും ദിവസമായി, 7 ദിവസം 8 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നിങ്ങനെ കുറേ ആശ്വസിപ്പിച്ച് സംസാരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 2 മന്തോളം തിരിഞ്ഞ് നോക്കിയല്ലേ FBയിൽ പോസ്റ്റ് ഇടാതൊക്കെ. അങ്ങനെ പിന്നെ ആ മോണിറ്റൈസേഷൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഹേയ് ദേ FB മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു, ഇൻസ്ട്രീം ആഡ്സ് എനേബിൾ ആയി എന്ന് പറഞ്ഞ് വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതേ കണക്ക് ഹായ് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മറന്നുപോയോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ റിവ്യൂലാണെന്നൊക്കെ കാണിച്ചു എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് അപ്ഡേഷൻ ഉണ്ടായിരുന്നു, അത് ഇറ്റ് മൈറ്റ് ഹാവ് അഫക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെറ്റയോട് ചോദിക്കൂ. ദയവ് ചെയ്ത് യൂട്യൂബ് ഗുരു കളിക്കുന്ന ആൾക്കാരുടെ വീഡിയോസിലേക്ക് പോകാതിരിക്കുക. ദേ ആർ കംപ്ലീറ്റ്ലി കൺഫ്യൂസിങ് ആൻഡ് എന്ത് ഓക്വേർഡാണെന്നറിയാമോ, എനിക്ക് വീണ്ടും വീണ്ടും പറയുമ്പോൾ ദേഷ്യം വരുന്നു. അത് ഷോർട്സ് 3 മിനിറ്റ് ആയെന്നുള്ള ഒരു ഒറ്റ കാര്യം വെച്ച് എത്ര പേരാണെന്നറിയാവോ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ പോകും, യൂട്യൂബിൻ്റെ കൊടും ചതി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തംബ്നെയിലും ഒക്കെ ആയിട്ട് ഇറക്കിയിട്ട് ഇറ്റ് ഇറിറ്റേറ്റ്സ് മീ എ ലോട്ട്. അത് ഞാൻ എപ്പോഴും പറയുന്നത്, ഇനി മോശമല്ല, ഇനി ഞാൻ പറയത്തില്ല. വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ്, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചോ FBനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള മെറ്റ അടുത്ത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുക. ഗൂഗിളിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇൻ മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ മലയാളത്തിലുള്ള ആൻസേഴ്സും കിട്ടും കേട്ടോ. ഡു നോട്ട് ലെറ്റ് ദീസ് പീപ്പിൾ കൺഫ്യൂസ് യു. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന കസേര അവരിന്ന് പണിക്കായിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്, ആ സ്റ്റീൽ കൊട്ട വയ്ക്കാൻ. അതിൻ്റെ അകത്തുനിന്ന് മമ്മയുടെ സാധനം എടുത്തിട്ടു എന്നും പറഞ്ഞിട്ട് കുക്കറിൻ്റെ ഇതും എടുത്ത് കഴുത്തിയിട്ടുണ്ട്. ഇപ്പം നടക്കുക, തിരിച്ചൂരി വെച്ചു കേട്ടോ, വെപ്പിച്ചിട്ടാണ് വിട്ടത്. കഴുത്തിൽ കിടക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ, ഇനി എവിടെയെങ്കിലും പോയി കൊളുത്തിയാലോ എന്ന് ഓർത്തിട്ട്. പുറത്ത് ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി കേട്ടോ. അപ്പോൾ 3 പേരും അതുകൊണ്ട് അകത്ത് കയറിയിട്ടുണ്ട്, ദാഹമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സമൂസയും ചായയൊക്കെ ഉണ്ടാക്കുന്നു, കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. സേറേനെ മഴ തുടങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, സേറേനെ ഇങ്ങ് ഓടി വരാൻ പറ, പിന്നെ മഴയാവുമെന്ന്. ഞാൻ സേറമോളങ്ങ് ഓടിപ്പോയി. അമ്മു പിന്നെ ഒരെണ്ണം കയ്യിലെടുത്തിട്ടാണ് പോയത്. ഒന്ന് എടുത്തിട്ട് പോകാമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരെണ്ണം കയ്യിലെടുത്തിട്ട് അവളങ്ങ് പോയി. നിന്നില്ല, കഴിക്കാനായിട്ട് നിന്നില്ല. എന്തായാലും പിള്ളേർ പോയത് നല്ലതായെന്നല്ല, കാര്യമായി. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നല്ല രീതിക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ. മഴ മാത്രമല്ല, ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ കറണ്ട് പോയി, എല്ലായിടത്തും കറണ്ട് പോയി. പിന്നെയും കുട്ടികൾ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയേനെ വീട്ടിലോട്ട് പോകാനായിട്ട്. നല്ല ഇരുട്ടായിരുന്നു മുറ്റത്ത് മൊത്തം. ഈ മഴയും ചെറിയ ചാറ്റൽ മഴയും നല്ല കാറ്റും ഇടയ്ക്ക് വലിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സമൂസ അഥവാ ഭൂരി കിഴങ്ങറിയായിട്ട് പൊരിച്ചെടുത്തത് നമ്മളത് ചായയുടെ കൂടെ കഴിക്കാൻ പോവാണ്. നിലൂനുള്ള എഗ്ഗ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി. അപ്പോൾ ഗ്ലാസിൻ്റെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൊണ്ട് പൊട്ടിക്കും, അതുകൊണ്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞുമുട്ടയല്ലേ, എൻ്റെ കുഞ്ഞുമുട്ടയല്ലേ ഇത്, വലിയ മുട്ടയാണോ എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്.
പിന്നെ വന്ന് ചായ കുടിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഈ ഒരു ഹാമക്ക് അവൻ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് അകത്ത് തൂക്കി. അത് തൂക്കാനായിട്ട് അവൻ്റെ തന്നെ ശക്തി ഉപയോഗിച്ചാണ് അവൻ ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റിയത്. ഇതെല്ലാം നീ തന്നെ പഴയ പോലെ ആക്കിക്കോണമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ ഈ ചായ കുടിക്കുന്ന സമയത്തൊന്നും കറണ്ടില്ല കേട്ടോ. പക്ഷെ കറണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലേ ലൈറ്റ്സ് ഒന്നും അങ്ങനെ സേവ് ചെയ്തൊന്നും യൂസ് ചെയ്തില്ല. ഇൻവെർട്ടറിലാണെങ്കിൽ ഒരു മാക്സിമം 2-3 ഹവേഴ്സൊക്കെ നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻവെർട്ടർ ബീപ്പടിച്ച് തുടങ്ങും. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ തന്നെ ഹോളിൽ തന്നെ 2 ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കിച്ചൺ വരെയുള്ള ലൈറ്റും ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് കറണ്ട് ഒന്ന് വന്ന ഗ്യാപ്പിൽ കുക്കു സാർ ഇതേ കുരിശടിയുടെ എറുമ്പത്ത് ആ പിള്ളേരൊക്കെ, ഞങ്ങൾ അങ്ങനെയാട്ടോ പറയുന്നത്, കുരിശടി എറുമ്പത്ത് പിള്ളേരും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നു. ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് എന്തൊക്കെയോ പരിപാടികളാണ്. അവർ ഡൈനോസറിനെ കാണുവാണ് കേട്ടോ. കുക്കുവിൻ്റെ ഉദ്ദേശം നടന്നു, പോയ കാര്യം നടന്നു. മഴ നനഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ അപ്പം കൊണ്ടുപോയി കുളിപ്പിച്ചു. കുളിച്ചാ കുക്കു? ഇന്നാണ് കുളിച്ചത്. സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന പറ്റിക്കൽ പരിപാടി ഇന്ന് നടന്നില്ല കേട്ടോ. പോയി ഒന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകി തലയിൽ നനച്ച് വരുന്ന പരിപാടി നടന്നിട്ടില്ല. അതിൻ്റെതാണ് ഞാൻ കളിയാക്കിയത്. അപ്പോൾ ഈ സമയത്തൊന്നും കറണ്ടില്ല. ഹോളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 2 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ LED ഒന്നും കത്തത്തില്ലല്ലോ. ഞാൻ ദേ പുട്ട് ഏത്തപ്പഴമായിട്ട് എടുക്കുകയാണ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. ആലനുള്ള ചപ്പാത്തി ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നേരത്തെ ചുട്ട് വെച്ചിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ. അതിൽ തന്നെ അങ്ങ് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. കാരണം വെള്ളത്തിൻ്റെ കാര്യം പരിതാപകരമാണ്. മോട്ടറൊന്നും ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. അമ്മ ഒരു കപ്പിൽ വെള്ളം എടുത്ത് കഴുകുന്നത് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ വിചാരിച്ചില്ല. വിളിച്ചപ്പോഴത്തേക്ക് കറണ്ട് വരത്തില്ല, അവർക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല, ട്രാൻസ്ഫോമർ പോയി എന്നൊക്കെയാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ രാത്രി ശിവരാത്രിയായിരിക്കും. പിന്നെ മഴയും തണുപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റുമായിരിക്കും. അതോടുകൂടി പഠിത്തവും നിന്നു കേട്ടോ. ഇനിയിപ്പം പഠിക്കാനായിട്ട് ഇരുന്നപ്പോൾ നിലു ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹാളിൽ പോയിരിക്കണം. അവിടെയാണെങ്കിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇൻവെർട്ടർ പെട്ടെന്ന് ചാവും. ഇത്ര നേരം തന്നെ അതിൻ്റെ ഇടയിലൊരു സിനിമയും കണ്ടു. അപ്പോൾ ഏകദേശം അത് ചാവാറായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തീരുമാനമായി. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. കർത്താവിന് 2 നുറുങ്ങുവെട്ടവും ഞങ്ങൾക്ക് 1 നുറുങ്ങുവെട്ടം. പിന്നെ അങ്ങനെ നിലുവിനെ കാലിൽ കിടത്തി അങ്ങ് ഉറക്കി. ഞങ്ങളെല്ലാവരും നേരം വെളുക്കുന്നവരെ ഇവിടെ തന്നെയാട്ടോ കിടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഡോസൊക്കെ തുറന്നിടേണ്ടി വന്നു. ചൂടുകൊണ്ട് വിൻഡോ തുറന്നിട്ടെങ്കിലും 2 ദിവസം മുന്നേ കാക്കത്തോപ്പിൽ കള്ളനെയൊക്കെ പിടിച്ചതുകൊണ്ട് ആ ഒരു പേടിയിൽ നേരം വെളുക്കുന്നവരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്.